ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SM KL04 വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു കായ ബജിയാണ്. ഇന്നെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക്. ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് കടലമാവാണ്. കടലമാവ് ഒരു 1.5 കപ്പ് കടലമാവ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ കാബേജ് നല്ല സോഫ്റ്റായിട്ടും പിന്നെ അതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരും. അതിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ കടലമാവിനകത്ത് ചെറിയ കട്ടകളും തരികളും ഒക്കെ ഉണ്ട്, അതാണ് ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മാവിൻ്റെ കൺസിസ്റ്റൻസി അറിയണമെങ്കിൽ എനിക്ക് കൈ കൊണ്ടും മിക്സ് ചെയ്താലേ എനിക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വിസ്ക് കൊണ്ട് വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ തരികളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് കുറച്ചുകൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1/4 കപ്പും ഒരു ശകലം വെള്ളവും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവിരിക്കേണ്ടത്. കൈയൊക്കെ നമ്മളിങ്ങനെ മുക്കിയാൽ മൊത്തത്തിൽ ഇങ്ങനെ കോട്ടായിട്ട് കിട്ടുന്ന ഒരു രീതിയിൽ വേണം നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസിയെ. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കായ. ഇത് വെച്ചാണ് നമ്മൾ കാബേജ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ ഒരു 3 കായാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലൊരു പീലറാണ് എടുക്കുന്നത്, തൊലി കളയാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞിട്ടെടുക്കണം. തൊലി കളഞ്ഞ കായെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കായൊക്കെ ഒന്ന് കറുത്ത് പോകുന്നത് ഇതിൽ നിന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ഓരോ കായ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നൈസായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നൈസായിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കാബേജ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ഈ ടൈമിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ഒരു കുഞ്ഞ് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ മാവിൽ 2 സൈഡും ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കണം. 2 സൈഡ് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയാൽ മതി. എണ്ണ ചൂടായിരിക്കണം എപ്പോഴും നമ്മളിത് ഇട്ട് കൊടുക്കാൻ നേരത്ത്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കാബേജൊക്കെ നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി 2 സൈഡും നന്നായിട്ടൊന്ന് മറിച്ചിട്ട് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയി കഴിയുമ്പോഴത്തേനും നമുക്കിതങ്ങ് കോരി മാറ്റാം. ഇപ്പം നമ്മുടെ കാബേജ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതങ്ങ് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തിട്ടെടുക്കാവേ. ഈ ബജ്ജി മാവ് കൊണ്ട് തന്നെ നമുക്ക് മുട്ട ബജി, മുളക് ബജിയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് അതിൻ്റെയും മാവ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് അതൊക്കെ ഒരു പിന്നൊരു വീഡിയോയിൽ നമ്മളത് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതും റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇതുകൂടെ അങ്ങ് കോരി മാറ്റാം. ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു കാബേജിൻ്റെ ടേസ്റ്റാണ് ഇതിന്. അപ്പം നമ്മളെല്ലാ കാബേജുകളും ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുതേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.